അങ്ങനെ കാട്ടിൽ നിന്ന് കിട്ടിയ ഗിനിയുടെ മുട്ടകൾ വിരിഞ്ഞു തുടങ്ങി. ഹായ് ഗൈസ്, വീട്ടിൽ ഉമ്മാമയാണ് കോഴികളെ അടവയ്ക്കുന്നതും നോക്കുന്നതൊക്കെ മെയിനായിട്ട് ചെയ്യുന്നത്. ആളോട് പറഞ്ഞാണ് ഗിനിയുടെ മുട്ട 7 ദിവസം മുമ്പായിട്ട് തന്നെ അടവയ്ക്കുന്നത്. പക്ഷെ ആള് മറന്നുപോയി. അങ്ങനെ ഗിനി മുട്ടയിട്ടുകൊണ്ടിരുന്നു. അതിൻ്റെ ചെറുതായിട്ട് ആക്രമിക്കപ്പെട്ടു. ഉമ്മയുടെ കണ്ണ് ഓപ്പറേഷനും കഴിഞ്ഞു. ഗിനിയുടെ മുട്ടയുടെ കൂടെ വെച്ച നാടൻ കോഴി കുഞ്ഞുങ്ങൾ വിരിഞ്ഞു തുടങ്ങി. തള്ളക്കോഴി ഗിനിയുടെ മുട്ടയിൽ കിടക്കാതെ. അങ്ങനെയാണ് ഞങ്ങൾ മറ്റൊരു കോഴികളെ കിടക്കണം ആ മുട്ട അടവെച്ചത്. അപ്പോൾ നമ്മൾ രാത്രി കോഴി അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ പല ജീവികളായിട്ട് കൊണ്ടുപോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മളതിനെ കൂടോടെ കൂട്ടുന്നു. ഇതെവിടെ? അയ്യോ അതിന്റെ കൂടെ ചാടിപ്പോയി. ഗിനിയുടെ ഫസ്റ്റ് കുഞ്ഞ്. ഗിനി മുട്ടേണ്ട കാര്യമുള്ളൂ. എന്താണ് പൊരുന്നിരിക്കണതൊക്കെ വേറെ കോഴിയാണ്. ഫസ്റ്റ് കുഞ്ഞിനോ? ഗിനിയുടെ കുട്ടിയെ പറഞ്ഞു പോകുന്നത്.